പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ IT പ്രാക്ടിക്കലിൻ്റെ ഗ്രൂപ്പ് 2-ലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് 2 രണ്ടാമത്തെ ചാപ്റ്ററായ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞ അധ്യായത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിലുള്ള സ്റ്റൈൽസ് എന്ന് പറയുന്ന ആ ഏരിയയും അത് കഴിഞ്ഞിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്ന ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലെ അവസാന ഭാഗമായ മെയിൽ മെർജ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. മെയിൽ മെർജ് എന്ന് പറയുന്ന ആ ചോദ്യം ഒരു അല്പം ശ്രദ്ധയോടുകൂടി നിങ്ങൾ അത് നോക്കണം. അത് കൃത്യമായിട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ അല്പം കൂടി ശ്രദ്ധിക്കണം എന്ന് മനസ്സിലുണ്ടാവണം. അത് എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മെയിൽ മെർജിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ഇൻവൈറ്റ് പാരൻസ് ഫോർ ദ അവയർനെസ് പ്രോഗ്രാം കണ്ടക്റ്റഡ് അറ്റ് ദ സ്കൂൾ യൂസിങ് മെയിൽ മെർജ് ടെക്നിക് ഇൻ LibreOffice Write. The details of the parents are given in the exam documents folder in home with the file name guardian.ods and the sample invitation letter with the file name awareness.ott in the same folder. അപ്പോൾ മെയിൽ മെർജ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് ഫയലുകളെയാണ് മെർജ് ചെയ്യുന്നത്. ആ രണ്ട് ഫയലുകൾ ഒന്ന് ODT ഫയലും ഒന്ന് ODS ഫയലുമാണ്. ഒന്ന് റൈറ്ററിൽ തയ്യാറാക്കുന്ന ഫയലും ഒന്ന് കാൽക്ക് തയ്യാറാക്കുന്ന ഫയലും തമ്മിലാണ് നമ്മൾ മെയിൽ മെർജിങ് അവിടെ നടത്തിയത്. അങ്ങനെയാണ് നമ്മൾ പരിശീലിച്ചത്. അപ്പോൾ രണ്ട് ഫയലുകൾ തമ്മിൽ ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ലെറ്റർ ഒരുപാട് പേർക്ക് അയക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡിൽ ഒരുപാട് കുട്ടികളുടെ പാർട്ടിസിപ്പൻസ് ഡാറ്റ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇത്തരം വർക്കുകൾക്കാണ് നമ്മൾ മെയിൽ മെർജ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് ഫയലുകളെ നമ്മൾ മെർജ് ചെയ്യാൻ പോവുകയാണ്. അതിലാദ്യം നമ്മൾ തുറക്കേണ്ടത് ഡോക്യുമെൻ്റ് ടെക്സ്റ്റ് ഫയലുകളാണ്. അത് നമ്മളിവിടെ നോക്കുക, പേര് നോക്കുക. awareness.ott ആണ്. നമ്മൾ OTT ഫയലാണ് ആദ്യം നമ്മൾ തുറക്കേണ്ടത്, റൈറ്ററിൽ തുറക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ODS ഫയൽ അതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എക്സാം ഡോക്യുമെൻറ്റ്സിലെ ഫയലിൽ നമ്മുടെ പ്ലേസസിലെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ നമ്മുടെ പേര് ഓർമ്മയില്ലെങ്കിൽ awareness.ott അതാണ് നമ്മൾ തുറക്കേണ്ടത്. awareness.ott. അപ്പോൾ പേരൻസ് അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നെയിം, ഹൗസ് നെയിം, പിൻകോഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫീൽഡുകൾ വരണം. ഇതാണ് നമ്മുടെ കാര്യം. അങ്ങനെയാണ് നമ്മൾ ഈ ലെറ്റർ ഒരുപാട് പേർക്ക് അയക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വേണ്ടത്? നമുക്കറിയാം, മെയിൽ മെർജ് ചെയ്യാനുള്ള ടൂള് നമ്മൾ എടുത്തുള്ളത് ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓർമ്മിക്കുക, മെയിൽ മെർജിന് നമ്മൾ പോകേണ്ടത് ഇൻസേർട്ട് ഫീൽഡ്സിലെ മോർ ഫീൽഡ്. ഈ മോർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിൽക്കേണ്ട ടാബ് ഡാറ്റാബേസാണ്. അതിൽ ടൈപ്പിൽ നമ്മൾ മെയിൽ മെർജ് ഫീൽഡ് ആയിരിക്കും. ഡിഫോൾട്ടായിട്ട് മിക്കവാറും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി അഥവാ എവിടെയെങ്കിലും മാറി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഓർമ്മിക്കുക, ഡാറ്റാബേസ് മെയിൽ മെർജ് ഫീൽഡ്. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലെ ഡാറ്റ, അതായത് സ്പ്രെഡ്ഷീറ്റ് സൂക്ഷിച്ച ഡാറ്റ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. അതിന് നമ്മൾ ഈ താഴെ ആഡ് ഡാറ്റാബേസ് ഫയൽ, അതിൽ ബ്രൗസ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡാറ്റാബേസ് എവിടെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. guardian.ods ODS ഫയലാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സ്പ്രെഡ്ഷീറ്റ് ഫയലാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഓഫ് ദ പാരൻസ് ആർ ഗിവൻ ഇൻ എക്സാം ഡോക്യുമെന്റ് വിത്ത് ദ നെയിം guardian.ods. അപ്പോൾ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് guardian.ods. അപ്പോൾ guardian.ods ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ guardian.ods എന്ന് പറയുന്ന വിൻഡോയാണ് നമ്മൾ ഇവിടേക്ക് വരേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ യൂസർ എടുത്തതിന് ശേഷം അതിൽ എക്സാം ഡോക്യുമെൻറ്റ്സിലെ ഗാർഡിയൻ കൃത്യമായിട്ട് നോക്കി ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ പറയുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ guardian.ods ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ guardian.odsലെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും. അവയർനെസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫീൽഡുകളാണ്. സീരിയൽ നമ്പർ, നെയിം, ഹൗസ് നെയിം, പിൻകോഡ്, 4 ഫീൽഡുകൾ അവിടെയുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ മാത്രമേ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണം. അതിന് നമുക്ക് 2 വഴികളുണ്ട്. ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം,
അത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഏത് ഫീൽഡാണോ വേണ്ടത് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യുക. അപ്പോൾ നെയിം എന്നുള്ളിടത്ത് ഞാൻ ഇപ്പോൾ ആദ്യത്തെ ഒരു ടൈപ്പ് ഇൻസെർഷൻ കാണിച്ചു തരാം. നെയിം എന്നുള്ള ഇടത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് കർസർ അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ഈ നെയിം ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നു. അടുത്തത് ഹൗസ് നെയിമിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇങ്ങനെയാണ് ഡ്രാഗ് ചെയ്യുന്നതെന്ന് പറയാം. പിൻകോഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പിൻകോഡിനെ എടുത്തിട്ട് നമ്മളിങ്ങനെ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക. ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഡ്രാഗിങ് കറക്റ്റ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയി നിൽക്കുക. കുറച്ചുകൂടി സേഫ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കർസർ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്ന് തോന്നുന്നു. ഇനി കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അഥവാ ഏതെങ്കിലും ഡ്രാഗിങ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് കളഞ്ഞിട്ട് നമ്മൾ കറക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് നെയിം, ഹൗസ് നെയിം. നമ്മൾ നോക്കുക, നെയിമിൻ്റെ നേരെ നെയിമാണ്, ഹൗസ് നെയിമിൻ്റെ നേരെ ഹൗസ് നെയിമാണ്, പിൻകോഡിൻ്റെ പിൻകോഡാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ നമ്മൾ ഡാറ്റാബേസിലെ ഫീൽഡുകൾ നമ്മൾ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മെർജിങ് എന്ന് പറയുന്ന ആ പ്രവർത്തനം നടക്കുകയാണ്. മെർജിങ് നടത്തുന്നത് ഓർമ്മിക്കുക, തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചോദിക്കാറുണ്ട്. മെയിൽ മെർജിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതിലാണ്, ഫയലിൽ പ്രിൻ്റ് കൊടുത്തിട്ടാണ്. അപ്പോൾ പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. അതിൽ നമ്മൾ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വരും. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഡാറ്റാബേസ് കൊടുത്തിരിക്കുന്ന ഡാറ്റകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇടത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഔട്ട്പുട്ടിൽ ഫയൽ കൊടുക്കുക. ഔട്ട്പുട്ട് പ്രിൻ്റർ അല്ല വേണ്ടത്, അത് മാറ്റിയിട്ട് ഫയൽ എന്നാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ പറയുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു പേര് ചോദിക്കും. ഈ പേര് നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അണ്ടർസ്കോർ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കൊടുക്കണേ. രജിസ്റ്റർ നമ്പറും അണ്ടർസ്കോറും നമ്മൾ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഹോമിലെ എക്സാം 10 ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ അവിടെ മെർജിങ് നടന്നിട്ടുണ്ട്. ആ മെർജിങ് നടന്ന് നമ്മുടെ മെർജ് ചെയ്ത ഡോക്യുമെൻറ്റ് നമ്മുടെ എക്സാം 10 പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുക, ക്ലോസ് ചെയ്യാം. അത് ആദ്യം നമ്മൾ എക്സാം 10 ഒന്ന് നോക്കുക, ഹോമിലെ എക്സാം 10 ഒന്ന് നോക്കുക. നമ്മൾ പറഞ്ഞ ആ ഡോക്യുമെൻ്റ് ഇവിടെ വന്നിട്ടുണ്ടോ നോക്കുക. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്ന് നോക്കുക. വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയിം എന്നുള്ളതിൽ അൻസർ മൻസിൽ പിന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ രണ്ടാമത്തെ പേരൻറ്റിൻ്റെ പേര് വന്നിട്ടുണ്ട്, സുരേഷ് കുമാർ 7A. അതിൻ്റെ വടിയിൽ അബ്ദുൽ സലാം എല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇത് എക്സാം ഡോക്യുമെൻറ്റ്സിൽ വന്ന സ്ഥിതിക്ക് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ഇതാണല്ലോ നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ്. ഈ മെയിൻ ഡോക്യുമെൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കും, ഇത് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. ഇത് നമ്മൾ സേവ് ചെയ്യേണ്ട, കാരണം ഇത് മെർജ് ചെയ്ത ഡോക്യുമെൻറ്റ് നമ്മൾ എക്സാം 10 ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്താണ് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തത്. എക്സാം 10 ഒന്ന് എടുത്ത് തുറന്ന് നോക്കി നമ്മൾ ആ ഡോക്യുമെൻറ്റ് ഓക്കെയാണ്. അതിലെല്ലാ പാരൻസിൻ്റെയും പേരും വീട്ടുപേരും പിൻകോഡും ഒക്കെ വന്നിട്ടുണ്ട്, നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മെർജ് ചെയ്ത് ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഡോക്യുമെൻ്റാണ്. ഇത് നമ്മൾ സേവ് ചെയ്യണമെന്നില്ല, കാരണം മെർജിങ് മെർജ്ഡ് ഡോക്യുമെൻ്റാണ് നമുക്ക് ആവശ്യം. ഇത് നമ്മൾ ഡോണ്ട് സേവ് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫയൽ നമ്മുടെ എക്സാം 10 നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്താണ്, വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, മറ്റേ മെയിൻ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാവുള്ളൂ എന്ന കാര്യം ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ മെയിൽ മെർജിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇനി ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.